പെരുന്നാട് ജിതിൻ വധക്കേസിൽ RSSനോ BJPക്കോ കൈകഴുകി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. പ്രതികൾക്ക് DYFI ബന്ധമുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. RSSനോ BJPക്കോ അവിടുത്തെ BMSനോ ഇതിനകത്തുനിന്ന് കൈ കഴുകാനുള്ള യാതൊരു രക്ഷയും ഉണ്ടാകത്തില്ല. 2023 തുടക്കത്തിൽ തന്നെ ഞങ്ങൾ അവരെ കൈവിട്ടതാണ്. ഞങ്ങൾക്ക് യാതൊരു ബന്ധവും അവരുമായിട്ടില്ല. ഇവരെല്ലാം CPMന്റെ നേതാക്കന്മാരും CPMന്റെ പ്രവർത്തകന്മാരുമാണ്. ഈ CPM നേതാക്കന്മാർ തന്നെ വേറൊരു CPMകാരനെ കൊലപ്പെടുത്തിയിട്ട് ഇതെല്ലാം BJP ആണെന്നുള്ള കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചിട്ട് അതിനുവേണ്ടി പാട്ട് കുലുക്കാമെന്നുള്ള വ്യാമോഹമായിരുന്നു CPMനുണ്ടായിരുന്നത്. നന്ദുഷ വിവരങ്ങളുമായി. നന്ദുഷ, എന്താണ് ഈ ഇരു നേതാക്കളും ഈ കാര്യത്തിൽ പറയുന്നത്? അതിൽ തന്നെ പോലീസ് പറയുന്ന സംഗതി എന്താണ്? നിഷാദ്, കൊലപാതകം നടന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമായി ഈ വിഷയത്തിൽ ആധികാരികമായ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, പ്രതികളെല്ലാം RSSന്റെയും BJPയുടെയും പ്രവർത്തകരാണ് എന്ന തരത്തിൽ. എന്നാൽ പിറ്റേന്ന് 3 പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് തയ്യാറാക്കിയ FIRൽ ഇതിന് രാഷ്ട്രീയ കാരണങ്ങളില്ല എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അതായത് യുവാക്കൾ തമ്മിൽ ചേരിതിരിഞ്ഞുണ്ടായ സംഘടനത്തിന്റെ ഭാഗമായ കൊലപാതകം എന്നായിരുന്നു FIRൽ പരാമർശമുണ്ടായിരുന്നത്. എന്നിട്ട് പോലും നിലപാടിൽ മാറ്റം വരുത്താൻ CPM തയ്യാറല്ലായിരുന്നു. അതിനുശേഷം ഇന്നലെ പ്രതികളിൽ മുഖ്യ പ്രതികളിൽ ഒരാളായ നിഖിലിന്റെ അമ്മയും പ്രതികരിച്ചിരുന്നു. അതായത് നിഖിൽ എന്നയാൾ CITUവിന്റെ തന്നെ ടിപ്പർ ഓണർ അസോസിയേഷൻ എന്ന CITUവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയിൽ അംഗമാണെന്നും മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങൾ മകനില്ലെന്നും നിഖിലേഷിന്റെ അമ്മ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട സുമിത്ത്, അതോടൊപ്പം നിതുൻ എന്നിവർ DYFI പ്രവർത്തകരാണെന്ന തരത്തിൽ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിൽ ഒക്കെ തന്നെ ഒരു പ്രതികരണവുമായി ഇന്ന് CPM ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ നിതുനും സുമിത്തും DYFIയിൽ 2-3 മാസം മാത്രമാണ് പ്രവർത്തിച്ചതെന്നും അതിനുശേഷം